ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പുഡിങ്ങിന് ട്രേ എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഇനി ഏത് ട്രേ ആണുള്ളത് അതെടുത്താൽ മതിയാകും. ഇതിലേക്കായിട്ട് ഇതുപോലത്തെ കുറച്ച് ബ്രെഡ് ആവശ്യമായിട്ടുണ്ട്. ഇതിന്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആ ബ്രൗൺ പോർഷൻ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇനി ബ്രെഡ് ഈ ഒരു ട്രേന്റെ അടിഭാഗത്തായിട്ട് നിരത്തിയിട്ട് അങ്ങ് വെച്ചെടുക്കാം. ഈ ഒരു തായ് ഭാഗം ഫില്ല് ചെയ്ത് തന്നെ ബ്രെഡ് മൊത്തത്തിൽ അങ്ങ് വെച്ചെടുക്കാം. ഈ ഒരു ട്രേന്റെ തായ് ഭാഗത്തായിട്ട് മൊത്തത്തിൽ ബ്രെഡ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതവിടെ ഇരിക്കട്ടെ. മറ്റൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു പാലും മിൽക്ക് മെയ്ഡും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഈ ബ്രെഡിലേക്കായിട്ട് ഇതിന്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ പകുതി ഈ ഒരു ബ്രെഡ് ഒന്ന് സോക്ക് ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാലിന്റെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ലെയർ ഉണ്ടാക്കി എടുക്കുക. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലവർ എടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് കുത്തി നിറച്ചിട്ട് എടുക്കണ്ട, ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് മൈദ എടുത്താലും മതിയാകും. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് എന്തായാലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഞങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്ത് ഈ ഒരു കട്ടകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലത്തെ വിസ്കൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതുപോലെ നല്ല രീതിയിൽ കട്ടിയായിട്ട് വരും. അധികം സമയം എടുക്കൊന്നുമില്ല. പിന്നെ കട്ടിയായിട്ട് വന്നാൽ പിന്നെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ എന്തായാലും ചേർക്കണം. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ബട്ടറിന്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ബട്ടർ ഇല്ലെങ്കിൽ നല്ല മിൽമന്റെ നെയ്യായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ നല്ല രീതിയിൽ ബട്ടറൊക്കെ മെൽറ്റായി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ് ആണ് ഇത് വേണ്ടത്. ഒത്തിരി അങ്ങ് കട്ടിയും വേണ്ടെന്ന്, അധികം അങ്ങ് ലൂസായും പോകരുത്. ഈ ഒരു തിക്നെസ് എന്തായാലും വേണം. എന്നാലേ തണുത്ത് വരുമ്പോൾ നല്ല രീതിയിൽ കട്ടിയായിട്ട് വരുള്ളൂ. ഈ ഒരു ക്രീം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിന് മുകളിലേക്ക് തിന്ന് ലെയറായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡിന് മുകളിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി കട്ടിയിൽ ഈ ഒരു ക്രീം ആക്കി കൊടുക്കണ്ട. ഇതുപോലെ തിന്ന് ലെയർ മാത്രം മതിയാകും. ഇനി ഒരു ക്രീമിന്റെ മുകളിൽ ഒരു ലെയർ ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. തായ് ഭാഗത്ത് വെച്ചില്ലേ അതേ രീതിയിൽ മൊത്തത്തിൽ കവർ ആവുന്ന രീതിയിൽ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തേക്കും നികത്തിയിട്ട് തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു പാലും കൂടെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതിന് മുകളിൽ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. എന്നാലേ ബ്രെഡ് നല്ല രീതിയിൽ സോക്കായിട്ട് വരുള്ളൂ. ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു ക്രീം മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിതാ കുറച്ച് ചെറിയും അതുപോലെ കുറച്ച് പിസ്തയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടാക്കി എടുത്തതും പിന്നെ പിസ്ത ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിന്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെറിയ പീസുകളും കൂടെ വെച്ച് കൊടുക്കാം. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുത്താലും മതിയാകും. ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുക്കാം. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. പെട്ടെന്ന് വേണമെന്നുള്ളവർക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതിയാകും.
പുഡിങ് ഇതാ നല്ല പോലെ തണുത്തിട്ട് നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ് ആണിത്. ഇനി ഇത് സെറ്റായോ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈ വെച്ച് നോക്കുക അതിന് മുകളിൽ. അപ്പോൾ കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ നല്ല പോലെ തന്നെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. പാർട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പുഡിങ് കൂടിയാണിത്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പം